നമ്മൾ പൊതുവെ കരുതുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാർക്കും ആശുപത്രികൾക്കുമാണ് എന്നാണ്. നിങ്ങളുടെ ആരോഗ്യം ഡോക്ടറുടെ 2% മരുന്ന് മാത്രമല്ല. നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ 98% പ്രാധാന്യവും ജീവിതശൈലിക്കാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഈ 98% ശരിയാണോ എന്ന് അളക്കുന്നത് എങ്ങനെ? പരമ്പരാഗത ചികിത്സാ രീതിയിലെ അളവെടുപ്പുകൾ എവിടെയാണ് പരാജയപ്പെടുന്നത്? പരമ്പരാഗത അളവുകൾ അളക്കുന്നത് നിങ്ങളുടെ രോഗത്തിന്റെ ലെവൽ മാത്രമാണ്. ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ. മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ നമ്പറുകൾ കുറഞ്ഞാൽ നിങ്ങളുടെ രോഗം നിയന്ത്രണത്തിലാണ് എന്ന് കണക്കാക്കുന്നു. പക്ഷേ ആ നമ്പറുകൾ കുറയുമ്പോഴും നിങ്ങൾക്ക് ക്ഷീണവും വേദനയും മറ്റു രോഗങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നിയന്ത്രണത്തിലാണോ? അല്ല. കാരണം പഴയ രീതിക്ക് നിങ്ങളുടെ കോശങ്ങളുടെ ആരോഗ്യം അളക്കാൻ സാധിക്കില്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കോശങ്ങളെ തന്നെ മാറ്റുക എന്നതാണ്. അതുകൊണ്ട് രോഗിയായിരിക്കുന്ന അവസ്ഥ അളക്കുന്നത് മാത്രമല്ല, ആരോഗ്യം തിരിച്ചു പിടിക്കുന്നത് കൂടി നമ്മൾ അളക്കണം. പുതിയ പരിശോധനാ രീതികൾ ഉപയോഗിച്ച് ഏതൊക്കെ അവയവങ്ങളെ രോഗം ബാധിച്ചു, എന്തുകൊണ്ടാണ് രോഗം ഉണ്ടായത്, ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റാനാകുക, എത്ര പുരോഗതി ഉണ്ടാകുന്നു, ആരോഗ്യത്തിന്റെ തിരിച്ചുവരവ് എത്രമാത്രം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം. കോശങ്ങളിലെ നീർക്കെട്ട് കുറയുന്നുണ്ടോ എന്ന ടെസ്റ്റുകളിലൂടെ ട്രാക്ക് ചെയ്യണം. നിങ്ങളുടെ ക്ഷീണം മാറുന്നത്, ഊർജം കൂടുന്നത് കോശങ്ങളുടെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയ റിപ്പയർ ചെയ്യപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. 1, രോഗിയായി തുടരുക. 2, പുതിയ അറിവുള്ള വ്യക്തിയായി മാറുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം അറിവ് നേടുക എന്നതാണ്. തെറ്റിദ്ധാരണകളിൽ നിന്ന് മുക്തരായി സുരക്ഷിതമായ തീരുമാനമെടുക്കാനുള്ള അറിവ് ശക്തി നേടണം. ശരിയായ ശാസ്ത്രീയ അറിവാണ് ആരോഗ്യത്തിന്റെ താക്കോൽ. അത് വെച്ച് വേണം ആരോഗ്യ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.